22 ദിവസങ്ങൾ പിന്നിട്ടിട്ടും സൽമാൻ എന്ന കുറ്റവാളി ഡൽഹിയിലുണ്ട് എന്ന വിവരമല്ലാതെ യാതൊന്നും നമ്മുടെ അന്വേഷണ സംഘത്തിന് പറയാൻ കഴിയുന്നില്ല. ആരാണ് സൽമാൻ? സെപ്റ്റംബർ മാസം 1-ാം തീയതി മലപ്പുറം അമ്പലവളവിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥി അശ്വിൻ സ്കൂൾ വിട്ടുവന്ന് കളികൾക്കായി ഇറങ്ങി. ടയർ ഉരുട്ടിയുള്ള കളി തുടങ്ങി. അശ്വിൻ ഉരുട്ടിവിട്ട ടയർ അവിടെയുണ്ടായിരുന്ന ഉത്തർപ്രദേശ് സ്വദേശിയായ സൽമാന്റെ ശരീരത്തിൽ മുട്ടി. കോപാകുലനായ സൽമാൻ അശ്വിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഒരു 12 വയസ്സുകാരന് താങ്ങാനാവുന്നതിലും അപ്പുറം ആ ബാലനെ സൽമാൻ തൻ്റെ ദേഷ്യം തീരുന്നതുവരെ മർദ്ദിച്ചു. കഴുത്തിൽ കുത്തിപ്പിടിച്ച് മതിലിനോട് ചേർത്ത് വെച്ച് ശരീരമാസകലം പൊതിരെ ഇടിച്ചു. അതിലും അരിശം തീരാതെ അയാൾ ആ കുട്ടിയെ വടികൊണ്ട് തല്ലി ചതച്ചു. ഇത്രയും മർദ്ദനം ഒരു 12 വയസ്സുകാരൻ എങ്ങനെയാണ് താങ്ങുക? അടുത്തുള്ള ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിച്ചു. അതിനിടയിൽ കുറ്റക്കാരനായ അതിഥി തൊഴിലാളി അവിടെ നിന്നും രക്ഷപ്പെട്ടു ഓടിപ്പോയി. കുട്ടിയെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുട്ടിക്ക് MRI സ്കാനിങ് ആവശ്യമാണ്. നട്ടലിലേക്കുള്ള ഞരമ്പിന് ക്ഷതമേറ്റിട്ടുണ്ട് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായി അശ്വിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ബന്ധുക്കൾ, അതും ദരിദ്രരായ ബന്ധുക്കൾ, ഏറെ വിഷമിച്ചു. കുട്ടിയെ മാറ്റാൻ 108 ആംബുലൻസ് വിളിക്കാനിരുന്ന ബന്ധുക്കൾക്ക് തിരിച്ചടിയായത് ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ആംബുലൻസ് ഡ്രൈവർമാർ നടത്തുന്ന പണിമുടക്കായിരുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന നമ്മുടെ ആംബുലൻസ് ഡ്രൈവർമാർക്ക് ശമ്പളം പോലും കൊടുക്കാത്ത നമ്മുടെ വ്യവസ്ഥിതിയെ എത്ര ശ്ലാഘിച്ചാലും മതിയാകില്ല. എന്നിട്ടും ആരൊക്കെയോ ചില സന്നദ്ധ സംഘടനകളുടെ കാരുണ്യത്താൽ കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദിവസങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും ഒരു പിഞ്ചുബാലന്റെ തുടർന്നുള്ള ജീവിതം പോലും ചോദ്യചിഹ്നമാക്കി കേരളം വിട്ടുപോയ അതിഥി തൊഴിലാളി എന്ന് വിളിപ്പേരുള്ള സൽമാനെ പിടികൂടാൻ നമ്മുടെ സംസ്ഥാന പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വിചിത്രം തന്നെയാണ്. നാണമുണ്ടോ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. ഇനിയും ചില കണക്കുകൾ നോക്കാം. കഴിഞ്ഞ കൊറോണ കാലത്ത് തീനും തിനയും കൊടുത്ത് ഊട്ടി വളർത്തിയ അതിഥി തൊഴിലാളികൾ കേരളത്തിൽ കഴിഞ്ഞ 6 വർഷത്തിനിടെ നടത്തിയ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. അതിൽ കൊലക്കേസ് മാത്രം 161 എണ്ണം വരും. ആകെ കേസുകളുടെ എണ്ണം 5202. ഞെട്ടിയില്ലേ? ഞെട്ടി. എങ്ങനെയുണ്ട് അതിഥി തൊഴിലാളികളുടെ കേരളത്തിലെ പെർഫോമൻസ്? ഇനിയും ഈ പേര് വിളിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക പ്രിയപ്പെട്ട സർക്കാരെ. കൊലപാതകം, ബലാത്സംഗം, ലഹരികടത്ത്, മോഷണം, ട്രെയിനിന് തീവയ്പ് തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് കേരളത്തിലെ അതിഥി തൊഴിലാളികൾ നടത്തിയിരിക്കുന്നത്. ആലുവയിൽ 5 വയസ്സുകാരിയായ ഒരു മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് സംസ്ഥാന പോലീസും തൊഴിൽ വകുപ്പും ചേർന്ന് ഇത്തരത്തിലൊരു കണക്കെടുപ്പ് നടത്തിയത്. കേരളത്തിൻ്റെ തൊഴിൽ മേഖലകളിൽ ഭൂരിഭാഗവും ഇന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൈയടക്കിയിരിക്കുകയാണ്. നിർമ്മാണ മേഖലകൾ തുടങ്ങി ഇങ്ങ് ചായക്കടകൾ വരെ പോലും ഇന്ന് അവരുടെ കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ സംസ്ഥാന സർക്കാരിന് പോലും ഇവിടെ എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണത്തിൽ കൃത്യതയില്ല. കേരളത്തിൽ ഇപ്പോൾ ഏത് കേസ് നടന്നാലും ശരി, ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഉൾപ്പെട്ടിരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അതേസമയം കേരളത്തിലേക്ക് എത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം നിയന്ത്രിക്കാൻ കർശന നീക്കം നടത്തുമെന്നും നിയമനിർമ്മാണം നടത്തുമെന്നുമാണ് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ എത്തുന്നവരുടെ യാതൊരു വിവരങ്ങളും നിലവിൽ സർക്കാരിൻ്റെ കൈവശം ഇല്ലാത്ത അവസ്ഥയാണ്. ഇവർ എവിടെ നിന്നാണ് വരുന്നത്, ഇവരുടെ പശ്ചാത്തലം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ തന്നെയും ഇന്നും അജ്ഞാതമാണ്. ഇതിനിടയിൽ ആസൂത്രണ ബോർഡ് പുറത്തിറക്കിയ രേഖകൾ പ്രകാരം കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം ആരെയും ഭയപ്പെടുത്തുന്നതാണ്. 30 ലക്ഷത്തിലധികം പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ 10% വരുമെന്നാണ് ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയില്ലെങ്കിൽ കേരളത്തിൽ ജിഷമാരുടെയും അശ്വിന്മാരുടെയും എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കത്തിനും ഇടയില്ല.